ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 പ്രിയപ്പെട്ട ഗായികയാണ് ഹരിചന്ദന. ചൊവ്വാഴ്ച ഹരിചന്ദന എത്തിയത് ഡെഡിക്കേഷൻ റൗണ്ടുമായിട്ടായിരുന്നു. തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഡെഡിക്കേഷൻ. സാഗരം സാക്ഷി എന്ന സിനിമയിൽ ശരത് സാറിൻ്റെ സംഗീതത്തിൽ കൈതപ്രം സാറിൻ്റെ വരികൾക്ക് KS ചിത്രാമ്മ ആലപിച്ച കരയാതെ കണ്ണുറങ്ങ് എന്ന് തുടങ്ങുന്ന ഗാനവുമായിട്ടായിരുന്നു ഹരിചന്ദനക്കുട്ടി എത്തിയിരുന്നത്. തൻ്റെ ജീവിതകഥയുമായി വളരെ സാമ്യമുള്ള ആ ഗാനം, ആ കഥ ഒരു വിങ്ങലോടുകൂടി അമ്മ വേദിയിൽ പറഞ്ഞു തീർത്തു. 6 മാസം പ്രായമുള്ളപ്പോൾ ഹരിചന്ദനയ്ക്ക് ഒരു പനി പിടിപെട്ടു. ഉറങ്ങിക്കൊണ്ടിരുന്ന ഹരിചന്ദന എത്ര വിളിച്ചിട്ടും ഉണരാതിരുന്നപ്പോൾ മുഖത്ത് വെള്ളമൊഴിച്ചു നോക്കി. എന്തു ചെയ്തിട്ടും ഉണരാതെ വന്നപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെച്ചാണ് അറിയുന്നത് ന്യൂമോണിയയാണെന്ന്. ചെസ്റ്റ് ഇൻഫെക്ഷനും ഉണ്ടായി. നേരെ ICUയിലിട്ടും ICUയിൽ നിന്നും വെന്റിലേറ്ററിലേക്കും. അച്ഛനെയും അമ്മയും നേരിട്ട് ഡോക്ടർ വിളിപ്പിച്ച് പറഞ്ഞതിങ്ങനെ ഒന്നും പറയാനാവാത്ത അവസ്ഥയാണ്. വിളിക്കാത്ത ദൈവങ്ങളില്ല. അവസാനം 15 ദിവസത്തിനു ശേഷം കുഞ്ഞു ഹരിചന്ദന മരുന്നുകളോടെല്ലാം പ്രതികരിക്കാൻ തുടങ്ങി. അതിനുശേഷം രക്ഷപ്പെട്ടു വന്നു. ഇത് ഹരിചന്ദനയുടെ 2ാം ജന്മമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ശേഷം വീട്ടിൽ വരുമ്പോൾ ഈ ഗാനം എന്നും കേൾക്കുമായിരുന്നു എന്നും അമ്മ ഒരു വിങ്ങലോടുകൂടി പറഞ്ഞു നിർത്തി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയാണ്. കേൾക്കാൻ കൊതിക്കുന്ന സുന്ദര ഗാനങ്ങൾക്കൊപ്പം കുരുന്നുകളുടെ കളിയും ചിരിയും അരങ്ങേറുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ടോപ്പ് സിംഗറിലെ കുട്ടികളെ പോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം സ്വീകാര്യതയാണ് ടോപ്പ് സിംഗർ വേദി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ പല അവസ്മരണീയമായ നിമിഷങ്ങളും ടോപ്പ് സിംഗർ വേദിയിൽ പിറക്കാറുണ്ട്.